Hello everyone. Welcome back to Future Plus Academy. ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ BA ഇംഗ്ലീഷ് അതും ഹോണേഴ്സ് പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് അവരുടെ സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ കൂടെ അല്ലേ. അപ്പോൾ പല ആളുകൾക്കും ഈ ഒരു സിലബസിനെ കുറിച്ച് അതേപോലെ തന്നെ നമ്മൾ ഓരോ പ്രോഗ്രാമിലും അല്ലെങ്കിൽ ഓരോ സെമസ്റ്റർ വൈസായിട്ട് വരുമ്പോൾ ഓരോ പേപ്പറിനും എത്ര ക്രെഡിറ്റ് ആണുള്ളത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കില്ല. സോ അത് ഉണ്ടാവേണ്ടത് അത്തരത്തിലുള്ള ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അസൈൻമെൻറ്റ്സ് ഒക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ളൊരു ക്രെഡിറ്റ് മാർക്കിനെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അല്ലേ. ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് തന്നാൽ പിന്നീട് നിങ്ങൾക്ക് അസൈൻമെൻ്റ് ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വീഡിയോ റെഫറൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. എനിവേ നമുക്ക് ഓരോ സെമസ്റ്റർ വൈസ് ആയിട്ട് ഓരോ പ്രോഗ്രാമിലും പ്രൊവൈഡ് ചെയ്യുന്ന പേപ്പേഴ്സ് ഏതൊക്കെയാണെന്നും അതിൻ്റെ ക്രെഡിറ്റ് മാർക്ക് ഏതൊക്കെയാണെന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതിൽ മേജർ ഡിസിപ്ലിൻ കോഴ്സ് ആയിട്ട് നമുക്ക് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്ന പേപ്പറാണ്. അതൊരു 6 ക്രെഡിറ്റിൻ്റെ പേപ്പറാണ്. അതിനോടൊപ്പം തന്നെ മൈനർ ഡിസിപ്ലിൻ കോഴ്സ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന പേപ്പർ ഉണ്ട്. അതും നമുക്ക് 6 ക്രെഡിറ്റ് ആണ്. ദെൻ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഫസ്റ്റ് സെമസ്റ്ററിൽ ഓൾമോസ്റ്റ് എല്ലാ ബാച്ചിലുള്ള, അതായത് ഇപ്പോൾ BA BCom സ്റ്റുഡൻസിനൊക്കെ കോമൺ പേപ്പറാണ് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ. 4 ക്രെഡിറ്റ് ആണ്. അതല്ലാതെ തന്നെ മറ്റൊരു മൾട്ടി ഡിസിപ്ലിനറി കോമൺ പേപ്പർ വരുന്നുണ്ട്, ഹിസ്റ്റോറിക്കൽ ടൂറിസം, കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ആൻഡ് ഇൻ്റർനെറ്റ് ടെക്നോളജീസ്, ലീഗൽ ലിറ്ററസി. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ 20 ക്രെഡിറ്റിൻ്റെ ഒരു സെമസ്റ്ററാണ് നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ ഫസ്റ്റ് സെമ്മിൽ വരുന്നത്. മൂവിങ് ഓൺ ടു സെക്കൻഡ് സെമസ്റ്റർ, അവിടെ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ടു ലിറ്റററി പോയട്രി ഡ്രാമ എന്ന് പറഞ്ഞിട്ടുള്ള 6 ക്രെഡിറ്റിൻ്റെ ഒരു പേപ്പറും അതിനോടൊപ്പം തന്നെ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ എന്ന മറ്റൊരു 6 ക്രെഡിറ്റിൻ്റെ പേപ്പർ, ദെൻ മറ്റൊരു കോമൺ പേപ്പർ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഓൾസോ ക്രിമിനോളജി, മെഷീൻ ലേണിംഗ് ഫോർ ഓൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഈ രണ്ടും 4 ക്രെഡിറ്റിൻ്റെ ആണ്. അങ്ങനെ 20 ക്രെഡിറ്റിൻ്റെ പേപ്പറാണ് സെക്കൻഡ് സെമ്മിൽ പഠിക്കാനുള്ളത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ, അതായത് തേർഡ് സെമ്മിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ടു ലിറ്റററി അല്ലേ, സെയിം സെക്കൻഡ് ആണ് അത് പഠിക്കാനുള്ളത്. പ്രോസ് ആൻഡ് ഫിക്ഷൻ ആണ്, 6 ക്രെഡിറ്റ് ആണ്. ദെൻ ഇതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MIL കോഴ്സ്, അതായത് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കും. ഇതിലിവിടെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. റോസ്മര ഹിന്ദി, വ്യവഹാരിക സംസ്കൃതം, കമ്മ്യൂണിക്കേഷൻ ഇൻ അറബിക്, പ്രായോഗിക മലയാളം. ഓക്കെ, ഇത് തേർഡ് സെമ്മിലാണ് വരുന്നത്. പൊതുവേ നമ്മൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇവിടെ പ്രായോഗിക മലയാളമാണ് കുട്ടികൾക്ക് ഇതിൻ്റെ ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പേപ്പർ ഇവിടെ വാല്യൂ ആഡഡ് കോഴ്സിൽ വരുന്നത് ഫിനാൻഷ്യൽ ലിറ്ററസി, ടെക്നോളജി ആൻഡ് സൊസൈറ്റി, മഹാത്മാഗാന്ധി, ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മഹാത്മാഗാന്ധിയുടെ പേപ്പറാണ്. വെറും 2 ക്രെഡിറ്റിന്റെ പേപ്പർ ആയിരിക്കും ഉണ്ടാവുക. അതിനുശേഷം ഡാറ്റ അനലിറ്റിക്സ്, പൈത്തൺ ഫോർ ഓൾ, ഹ്യൂമനിസം ആൻഡ് ലോജിക്, പിന്നെ ഒരു മൂക്ക് കോഴ്സ് ഉണ്ടായിരിക്കും. അപ്പം ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ ഹ്യൂമനിസം ആൻഡ് ലോജിക് ആണ് നമ്മളിവിടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഇൻഫർമേഷൻ സെക്യൂരിറ്റി, സോഷ്യൽ എത്തിക്സ് ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ എത്തിക്സ്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. ഓക്കെ, സോ ഹിയർ വി ആർ പ്രൊവൈഡിങ് ദ ക്ലാസ്സസ് ഫോർ സോഷ്യൽ എത്തിക്സ്. അങ്ങനെ തേർഡ് സെമ്മിൽ നമുക്ക് 20 ക്രെഡിറ്റിൻ്റെ ഒരു പ്രോഗ്രാം ആയിട്ടാണ് നമുക്ക് വരുന്നത്. ഇനി തേർഡ് സെം കഴിഞ്ഞാൽ ഫോർത്ത് സെം ആണ്, സെക്കൻഡ് ഇയർ ലാസ്റ്റിലേക്ക് വരുമ്പം ഇംഗ്ലീഷ് ക്രിട്ടിക്കൽ ട്രഡീഷൻ ഫ്രം അരിസ്റ്റോട്ടിൽ ടു ഫർ ലീവീസ് ആൻഡ് അത് 6 ക്രെഡിറ്റിൻ്റെ ആയിരിക്കും. റീജിയണൽ ലിറ്ററേച്ചേഴ്സ് ഇൻ ട്രാൻസ്ലേഷൻ, കമ്പാരിറ്റേറ്റീവ് ലിറ്ററേച്ചർ 6 ക്രെഡിറ്റിൻ്റെതാണ്. അതിനോടൊപ്പം നമുക്ക് വരുന്ന മറ്റൊരു എന്താണ് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ്. ഇതിൽ കണ്ടോ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഹിന്ദി ഗദ്യ സാഹിത്യ ഒരു സംരചന, ഗദ്യ നാടകം, ഫങ്ഷണൽ അറബിക്ക, മലയാള സാഹിത്യം, കവിത, കഥ, ഉപന്യാസം. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ദെൻ ഇന്ത്യൻ നോളേജ് സിസ്റ്റം, ഇത് കമ്പൽസറി ആണ്, നമ്മൾ എന്തായാലും നമ്മൾ ചൂസ് ചെയ്തിരിക്കണം. ഏതാണ്? ഇന്ത്യൻ നോളേജ് സിസ്റ്റം നമ്മൾ എന്തായാലും ചൂസ് ചെയ്തിരിക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ നിർബന്ധമായിട്ടും കമ്പൽസറി ആയിട്ട് എടുക്കേണ്ടതാണ് എൻവയോൺമെൻറ്റ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതും 4 ക്രെഡിറ്റിൻ്റെ ആണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് 4 ക്രെഡിറ്റിൻ്റെ ആയിട്ടാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇംഗ്ലീഷ് ഫോർ
ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സും അതിൽ നിങ്ങൾ മൂക്ക് കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന്. സോ അത് നിങ്ങൾക്ക് 4 ക്രെഡിറ്റിൻ്റെ ആണ്. അങ്ങനെ ടോട്ടൽ 24 ക്രെഡിറ്റ് ആണ് ഫോർത്ത് സെമ്മിൽ ഉള്ളത്. അപ്പം നമ്മൾ ഇനി അടുത്തത് ഫിഫ്ത്ത് സെം, അതായത് തേർഡ് ഇയറിലേക്ക് എത്തുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫ്രം 1900 ടു 1945 ആണ് 12 ക്രെഡിറ്റിൻ്റെ ഒരു പേപ്പറും. യൂറോപ്യൻ ഫിക്ഷൻ ഓർ അമേരിക്കൻ ലിറ്ററേച്ചർ, ഇത് രണ്ടും ഇവിടെ കമ്പൽസറി ആണെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി. അത് 6 ക്രെഡിറ്റിൻ്റെ ആയിരിക്കും. ദെൻ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ ആണ്, അതും 6 ക്രെഡിറ്റിൻ്റെ ആണ്. അങ്ങനെ ടോട്ടൽ 24 ക്രെഡിറ്റ്. ദെൻ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫ്രം 1946 ടു ദ പ്രസൻറ്റ് എന്ന് പറയുന്ന മറ്റൊരു പേപ്പർ, ലിറ്ററേച്ചർ ആൻഡ് ദ കണ്ടംപററി വേൾഡ് ആൻഡ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. 6 ക്രെഡിറ്റിൻ്റെതാണ്. ദെൻ ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയുന്ന 6 ക്രെഡിറ്റിൻ്റെ ഒരു പേപ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇത് രണ്ടും മേജർ ആയിട്ടും പിന്നെ ഇതിൽ ഏതെങ്കിലും ഒന്നായിട്ട് ഉണ്ടാവുക. അങ്ങനെ 4 പേപ്പർ ആയിരിക്കും പഠിക്കാനുണ്ടാവുക. 24 ക്രെഡിറ്റിൻ്റെതാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ 6 സെമസ്റ്റർ, അതായത് തേർഡ് ഇയർ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താണ്, ഫോർത്ത് ഇയർ ഇംഗ്ലീഷ് വേണമല്ലോ അല്ലേ? അപ്പോൾ ഫോർത്ത് ഇയറിലേക്ക് വരുമ്പോൾ നമുക്ക് വീണ്ടും 2 സെമസ്റ്റർ, സെമസ്റ്റർ 7, സെമസ്റ്റർ 8. സെമസ്റ്റർ 7ൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ്, അതായത് നിങ്ങൾ എടുത്തിരിക്കുന്ന ഡിസിപ്ലിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ആണ്. ഒന്ന് ലിറ്റററി തിയറി എന്നുള്ളതും മറ്റൊന്ന് ഷേക്സ്പിയർ സ്റ്റഡീസ് എന്നുള്ള കോഴ്സാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഓക്കെ, ലിറ്റററി തിയറി ആൻഡ് ഷേക്സ്പിയർ സ്റ്റഡീസ്. ദെൻ ഇൻറ്റേൺഷിപ്പിനായിട്ട് നമുക്ക് വൊക്കേഷണൽ സ്കിൽ എൻഗേജ്മെൻറ്റ്, കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോജക്റ്റ് ഉണ്ടായിരിക്കും. റിസർച്ച് മെത്തഡോളജി ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കോഴ്സ്, അതാണ് ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റീസെർച്ച് ആൻഡ് റൈറ്റിംഗ് ആണ് അല്ലേ? സോ ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റീസെർച്ച് ആൻഡ് റൈറ്റിംഗ്, അത് നമുക്ക് സെമസ്റ്റർ 7ലാണ് പഠിക്കാനുള്ളത്. 22 ക്രെഡിറ്റിൻ്റെ ഒരു പ്രോഗ്രാം. ദെൻ ലാസ്റ്റ് 8th സെമസ്റ്ററിലേക്ക് വരുമ്പോൾ അവിടെ കൾച്ചറൽ സ്റ്റഡീസ് ആണ് നമുക്കുള്ളത്. 18 ടോട്ടലായിട്ട് നമുക്ക് കൾച്ചറൽ സ്റ്റഡീസ് എന്നുള്ളത് ഒരു 6 ക്രെഡിറ്റിൻ്റെത് നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ നോട്ട് ചെയ്യാനുള്ള ഒന്നാണ് ഇംഗ്ലീഷ് ഫോർ അക്കാദമിക് പർപ്പസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്. ദെൻ നമുക്ക് ഇംഗ്ലീഷ് ഫോർ പ്രൊഫിഷ്യൻസി ഇൻ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ്, ലിറ്ററേച്ചർ ആൻഡ് ദ എൻവയോൺമെൻറ്റ്, അത് 12 ക്രെഡിറ്റിൻ്റെതാണ്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 44 ക്രെഡിറ്റിൻ്റെ പേപ്പർ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇംഗ്ലീഷിൽ പഠിക്കാനുള്ളത്. ഇതിൻ്റെ ഒരു ഷോർട്ടാണ്. സെമസ്റ്റർ വൈസ് പ്രോഗ്രാംസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള പേപ്പറും ആ പേപ്പർ കോഡാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പേപ്പർ കോഡും ഇമ്പോർട്ടൻ്റ് ആണല്ലേ, നമുക്ക് അസൈൻമെൻറ്റ്സ് ഒക്കെ എഴുതുന്ന സമയത്ത് പേപ്പർ കോഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ ഓരോ സെമസ്റ്റർ വൈസ് ആയിട്ടും അവൈലബിൾ ആണ്. തേർഡ് സെമസ്റ്ററും ഫോർത്ത് സെമസ്റ്റർ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഓരോ സെമസ്റ്ററും നമുക്ക് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആൻഡ് ദിസ് ഇസ് ഓൾസോ ഹോണേഴ്സ് ബാച്ചിന് വേണ്ടിയിട്ടുള്ള 8 സെമസ്റ്ററിൻ്റെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു സിലബസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോ സെമസ്റ്റർ വൈസ് ആയിട്ട് പഠിക്കേണ്ട ഓരോ പേപ്പറിനും എത്ര ബ്ലോക്ക് ഉണ്ട്, എത്ര യൂണിറ്റ് ഉണ്ട്, അതിലെന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ നൽകിയിട്ടുണ്ട്. എനിവേ, BA ഇംഗ്ലീഷ് എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അക്കാദമിക് അപ്ലിഫ്റ്റ്മെൻറ്റ് തന്നെയായിരിക്കും അല്ലേ? കരിയറിൽ ഒരു അപ്ഡേഷൻ കൊണ്ടുവരിക, കരിയർ ഗ്രോത്ത്, പുറത്തേക്കൊക്കെ പോകാൻ ആഗ്രഹമുള്ള ആളുകൾ, ലിറ്ററേച്ചറിൽ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ്. ഇനി BA ഇംഗ്ലീഷിൻ്റെ ഈ പറയുന്ന സിലബസിൻ്റെ ക്ലാസ്സുകൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഞങ്ങൾ നൽകുന്നുണ്ട്. ക്ലാസ്സുകൾ മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസൈൻമെൻറ്റ് അസിസ്റ്റൻസും അതിനോടൊപ്പം തന്നെ പരീക്ഷ അടുക്കുംതോറുമുള്ള നിങ്ങളുടെ എല്ലാ തരത്തിലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലൈവ് പരിപാടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വി ആർ പ്രൊവൈഡിങ് ഇറ്റ്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, ഫ്യൂച്ചർ പ്ലസ് അക്കാദമീനെ കോൺടാക്ട് ചെയ്തോളൂ. ഇംഗ്ലീഷിലെ ക്ലാസ്സുകളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഉള്ളത് കൊണ്ട് തന്നെ ക്ലാസ്സുകളൊക്കെ കണ്ട് ലൈവുകളൊക്കെ അറ്റൻഡ് ചെയ്ത് അസൈൻമെൻ്റ് ഒക്കെ പ്രോപ്പർ ടൈമിൽ സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA ഓണേഴ്സിൽ വരുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന പ്രോഗ്രാം നമുക്ക് സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. സോ ഫോർ മോർ ഡീറ്റെയിൽസ് യു ക്യാൻ കോൺടാക്ട് us, ആൻഡ് താങ്ക് യു സോ മച്ച്.